നമസ്കാരം. ധനം ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടമാണ് നേരിടുന്നത്. ട്രംപ് വന്നതിന് ശേഷമുള്ള റെസിപ്രോക്കൽ താരിഫ്, വിദേശ നിക്ഷേപകർ തുടർച്ചയായി ഉയർത്തുന്ന വിൽപ്പന സമ്മർദ്ദം, ഇതിനിടയിൽ ഇതിൽ നിന്ന് ഒരു കരകയറാനുള്ള ഒരു മാർഗ്ഗമായി വ്യാപാര കരാറുകൾ എത്തിയെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിവേഗ വളർച്ച കാരണമുള്ള ഡിസ്റപ്ഷൻ ഐ.ടി. മേഖല തകർക്കുമെന്നുള്ള ഭയം, ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇതെല്ലാം കാരണം ഓഹരി വിപണി കടുത്ത ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലാണ്. ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നോക്കുമ്പോൾ ഏകദേശം 10% താഴേക്കും എത്തിയിരിക്കുന്നു. പുതിയതായിട്ട് വിപണിയിലേക്ക് കടന്നെത്തിയ നിക്ഷേപരെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ SIP തുടരണോ, പണം പിൻവലിക്കണോ, വിപണി ഇനി താഴേക്ക് പോകുമോ എന്നുള്ളതാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യാൻ എത്തിയിട്ടുള്ളത് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജിയോജിത്തിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസിൻ്റെ നാഷണൽ ഹെഡായ KC ജീവൻകുമാർ സാറാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കുള്ള പ്രധാനപ്പെട്ട ഈ വിപണിയിലെ സാഹചര്യത്തിലുള്ള സംശയങ്ങൾക്ക് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നു. സ്വാഗതം സാർ. നമസ്കാരം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ, ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധം, ക്രൂഡ് ഓയിൽ വിലക്കയറ്റമൊക്കെ കാരണം വിപണി ഒരു നിഫ്റ്റി സെൻസെക്സ് 7% താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിക്ഷേപരെ സംബന്ധിച്ച്, പുതിയതായിട്ട് കടന്നെത്തിയെ സംബന്ധിച്ച് SIP നിർത്തണോ അതോ കൂടുതൽ നിക്ഷേപിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാര്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നെഗറ്റീവ് ന്യൂസ് മാത്രമാണ് മാർക്കറ്റിൽ, അല്ലേ? ഇപ്പോൾ 2022 മുതൽ ശരിക്കും അതൊരു നെഗറ്റീവ് ന്യൂസ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് റഷ്യ-ഉക്രൈൻ വാറൊക്കെ തുടങ്ങി, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും വിപണി ഒന്ന് സ്റ്റെബിലൈസ് ആയി. പക്ഷേ വീണ്ടും 2025 ലാസ്റ്റ് ആയപ്പോഴേക്കും ഈ ഒരു അൺസർട്ടനിറ്റി വന്നു, താരിഫിൻ്റെ അൺസർട്ടനിറ്റി വന്നു. അതിനുശേഷം ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം കാര്യങ്ങളെല്ലാം വന്നു. മൊത്തത്തിൽ പുതുതായിട്ട് വന്ന നിക്ഷേപകർ ഈ SIP ഇറങ്ങി പോണോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഒട്ടും ലോജിക്കല്ലാത്തൊരു കാര്യമാണത്, ഇറങ്ങിപ്പോവുക എന്നുള്ളത്. കാരണം SIP നമ്മളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് വിപണി എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിപണി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭയങ്കരമായിട്ട് അഭൂതപൂർവ്വമായിട്ട് വളർന്നതാണ്. അതും പ്രത്യേകിച്ച് 2020 ശേഷം നോക്കുകയാണെങ്കിൽ, പോസ്റ്റ് കോവിഡ് സമയത്താണ് ഇതിൻ്റെ വളർച്ച പീക്കിലെത്തുന്നത്. വളർന്നു എന്ന് പറയുന്നത് ഇതുവരെയുള്ള വളർച്ചയുടെ ഒരു പീക്ക്. ഇനിയും വളരാനുണ്ട്. കാരണം ആകെ 13 കോടി ഇൻവെസ്റ്റേഴ്സാണ് മ്യൂച്വൽ ഫണ്ടിൽ മൊത്തം ഉള്ളത്. ഞാൻ SIP അല്ല പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ 140. അത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു റേഷ്യോ വളരെ കുറവാണ്. അപ്പോൾ ഇതിലിനിയും വിദൂര സാധ്യതകളുള്ളൊരു മേഖലയാണ്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് SIP-യിലേക്കുള്ളൊരു, ഇപ്പോൾ ശരിക്കും നമ്പർ പറയുകയാണെങ്കിൽ ഒരു 3 കോടി ഇൻവെസ്റ്റേഴ്സായിരുന്നു 2020 വരെ ഉണ്ടായിരുന്നത്. അതായത് SIP അക്കൗണ്ടുകളുടെ എണ്ണം 3 കോടിയായിരുന്നു. ഈ 5 വർഷം കൊണ്ട് അത് 10 കോടിയായി, 10.02 കോടി. 5 വർഷം കൊണ്ട് 7 കോടി പേര് പുതിയതായിട്ട് 7 കോടി. അതായത് 70% ഇൻവെസ്റ്റേഴ്സും വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ്, കോവിഡിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, തുടക്കത്തിൽ വന്നവരൊക്കെ ഈ നല്ല മാർക്കറ്റ് മാത്രമേ കാണുന്നുള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റ് ലാസ്റ്റ് ഒരു ഓഫ് ലൈറ്റ് ഒരു 5-6 മാസം വരെ നല്ല മാർക്കറ്റ് തന്നെയായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ ഉയർച്ച മാത്രം കണ്ടുവരുന്ന ആളുകൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു തിരിച്ചടി വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രശ്നം. എസ്പെഷ്യലി കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ SIP കയറിയ ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നം. 2-3 വർഷങ്ങളൊക്കെയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാതിരിക്കുക. ഞാനൊരു ഡാറ്റ പറയാം. അതായത് കഴിഞ്ഞ ഒരു 6 മാസം എടുക്കുകയാണ്. കഴിഞ്ഞ 6 മാസം, അതായത് ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, അങ്ങനെ പുറകോട്ടൊരു 6 മാസം എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി എന്തൊക്കെയാണ്? ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്. പിന്നെ അതിന് എല്ലാത്തിനോടും കോമ്പിനേഷൻ ഒരു ഫ്ലെക്സി ക്യാപ്പും കൂടി നമുക്ക് എടുക്കാം. മൾട്ടി ക്യാപ്പ് വേറെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ പൊതുവെ ആളുകൾക്ക് കൂടുതൽ പോപ്പുലറും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി 4 എണ്ണമാണ്: ലാർജ്, മിഡ്, സ്മോള്, മൾട്ടി. ഇതിലെല്ലാം തന്നെ ഭയങ്കര ഇടിവാ സംഭവിച്ചത്. അതായത് ലാർജ് ക്യാപ്പ് കഴിഞ്ഞ ഒരു 6 മാസത്തെ നെഗറ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ -5 ആണ്. മിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ആണ്. സ്മോൾ ക്യാപ്പ് 16% ഇടിഞ്ഞിട്ടുണ്ട്. ഫ്ലെക്സി ക്യാപ്പ് വളരെ പോപ്പുലറാണ്, 11% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മാസം മുമ്പ് SIP തുടങ്ങിയവൻ എന്തായാലും ഓർക്കുന്നു, അയ്യോ എൻ്റെ കാശ് പോയല്ലോ, ഞാനിതൊന്ന് പോരണോ എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു 1 ഇയറിലേക്ക് എടുത്തു കഴിഞ്ഞാലും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. എല്ലാം നെഗറ്റീവാണ്. നെഗറ്റീവ് കൂടുതലില്ല, -2, -1 അങ്ങനെയൊക്കെയാണ്. സ്മോൾ ക്യാപ്പിൽ മാത്രം -6 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. മൊത്തത്തിൽ കഴിഞ്ഞ 1 വർഷമായി അല്ലെങ്കിൽ 6 മാസമായിട്ട് SIP ഫോളോ ചെയ്യുന്ന, SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിക്ഷേപത്തിൻ്റെ ഒരു മൂല്യം താഴെയാണ്. പിന്നെ നമ്മൾ പക്ഷെ നേരെ മറിച്ചാണെങ്കിൽ നമ്മൾ ലോങ് ടൈമിൽ, അതിലേക്ക് ഞാൻ വരാം. അപ്പം ഈ ഒരു അൺസർട്ടനിറ്റി ആൾക്കാർ കാണുന്നുണ്ട്. അത് യുദ്ധം വന്നു അപ്പം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുക എന്നുള്ള അതൊരു നല്ലൊരു സമ്പ്രദായമല്ല. ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള എസ്പെഷ്യലി ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാഞ്ചാട്ടം കാണുന്നു. പക്ഷേ ഈ പുതിയതായിട്ട് വന്ന നിക്ഷേപകർ കഴിഞ്ഞ 5 വർഷത്തിനിടയിലുള്ളവരാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഉക്രൈൻ്റെ ഉക്രൈൻ വാർ അനൗൺസ്മെന്റ് ഉണ്ടായ സമയത്ത് മാത്രമാണ് റീസെന്റ് പീക്കിന് ഒരു 10% ഒരു ഫോൾ ഉണ്ടായിട്ടില്ല. അതിനുശേഷം കണ്ടിന്യൂസ്ലി ഒരു 1 സൈഡ് റാലി പോലെ അല്ലെങ്കിൽ ഇത്ര ഒരു കറക്ഷൻ വന്നിട്ടില്ല. അപ്പം ഈ പുതിയതായിട്ട് വന്നവർ ആ ഒരു
മാർക്കറ്റിനെ സംബന്ധിച്ച് നിലനിൽക്കുമോ, എങ്ങനെയാണ് സാർ കരുതുന്നത്? അല്ല, ഞാൻ പറയുന്നത് തന്നെയാണ്. നമ്മൾ ഒരു SIPയുടെ ഒരു അടിസ്ഥാന തത്തുണ്ട്. SIP വർക്ക് ചെയ്യുന്നത്, SIPയുടെ ഒരു മോഡൽ തന്നെ വളരെ യുണീക്കാണ്. അതായത് റുപ്പി കോസ്റ്റ് ആവറേജിങ് നമ്മൾ പറയാറുണ്ട്. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് തരുന്ന ഒരു സാധനമാണ് SIP. റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കുന്നത് വിവിധ, അതായത് നമ്മൾ ഫ്ലക്ച്വേഷനുള്ള സമയത്ത് ഓരോ ഡിപ്പിലും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, അല്ലേ? മാർക്കറ്റ് ഒരേ ഡയറക്ഷനിൽ പോകുന്നതിനെക്കാട്ടി ഗുണമായിരിക്കും. മാർക്കറ്റ് എന്നൊക്കെ ഡിപ്പാവുന്നു ആ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ, ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തക്കാളിക്ക് ഏറ്റവും വില കുറവുള്ള സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ തക്കാളി വാങ്ങിയത്. ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളി 100 രൂപ വന്ന സമയത്ത് തക്കാളി നമ്മൾ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് നല്ല ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും പുതിയ നിക്ഷേപകർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ഇത് പിന്നെ നമ്മൾ ഉയർന്ന മാർക്കറ്റാണ്, എല്ലാ സ്റ്റോക്സിൻ്റെയും വില കൂടി നിൽക്കുകയാണ്. എൻ്റെ 2000 രൂപ SIPയിലേക്ക് പോകുമ്പോൾ ഉയർന്ന വിലയുള്ള സാധനം ആയതുകൊണ്ട് കുറച്ച് യൂണിറ്റേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഇതാ വാർ വന്നതിന് ശേഷം ഇതാ താഴെ വരുന്നു. മിക്ക സ്റ്റോക്സ് എല്ലാം 52 വീക്ക് ലെവലാണുള്ളത്. അതായത് ഒരു വർഷത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും താഴ്ന്ന വിലയിലാണ് നിൽക്കുന്നത്. വിച്ച് മീൻസ് ഈ നിക്ഷേപകർ നിക്ഷേപിക്കുന്ന ഈ 5000 രൂപയാണ് 5000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് കൂടുതൽ യൂണിറ്റാണ്. ഇത് എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ എ ലോങ് പീരീഡ് നമ്മുടെ ആവറേജ് കോസ്റ്റ് കുറയും. പിന്നെ ഒരു നല്ല മാർക്കറ്റ് വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പോളിസി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പിന്നീട് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ HDFCയുടെ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം വെച്ചാൽ ഫ്ലെക്സി ക്യാപ് സെക്ടറിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു 2013 ആ ഫണ്ട് ലോഞ്ച് ചെയ്തത്. 2013 ലോഞ്ച് ചെയ്ത ഫണ്ടാണ്. നല്ല പെർഫോമൻസ് ആണ്. ആ ഫണ്ടിൻ്റെ സൈസ് 97,000 കോടിയാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു 97,000 കോടിക്ക് മുകളിലാണ് എന്തായാലും അതിൻ്റെ ഫണ്ടിൻ്റെ സൈസ്. AUM ഈ 97,000 കോടി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ നല്ല എല്ലാവരും SIP കോമൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോകുന്ന സാധനമാണ്. ഞാൻ 6 മാസത്തേക്ക് നമ്മൾ 5000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചു. കഴിഞ്ഞ 6 മാസം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് തുടങ്ങി വെച്ചോ. 6 മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 രൂപ വെച്ച് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്ര വരുന്നത്? 30,000 രൂപ അല്ലേ? ഈ 6 മാസത്തെ കഴിഞ്ഞിട്ട് ഈ 30,000 ഇന്നത്തെ വാല്യൂ 29,000 അപ്പോൾ സ്വാഭാവികമായും പിന്നെ ആലോചിക്കുന്നത് എന്താണ്? അയ്യോ ഇത് താഴെയാണ്. ഓക്കെ, അതേപോലെ തന്നെ അത് ഒരു വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ 12 മാസം 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 രൂപ ഉണ്ട്. 60,000 രൂപേൻ്റെ കോസ്റ്റ് വെറും 60,000 ജസ്റ്റ് മുകളിൽ മാത്രമാണ്. 61,000-ലും 60,000-നും ഇടയിലാണ്. അതായത് റിട്ടേൺ ഇല്ല എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 10 വർഷം എന്ന് പറഞ്ഞാൽ 6 ലക്ഷമാണ് കോസ്റ്റ്. ആ 6 ലക്ഷത്തിൻ്റെ വാല്യൂ ഇപ്പോഴും 15 ലക്ഷം ഉണ്ട്. 15 ലക്ഷം. അതെ, അധികമുണ്ട്. ഇനി 15 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ 15 വർഷമായിട്ട് HDFC ഫ്ലെക്സി ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ 15 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക 9 ലക്ഷം രൂപയാണ്. 10 വർഷം 6 ലക്ഷം, 15 വർഷം 9 ലക്ഷം. അതിന് ഇന്നത്തെ വാല്യൂ 34 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകിച്ചും ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ട് കണക്കാക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊരു നമ്മളുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നവരെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ സാർ പറയുന്നതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഇറക്കത്തിലാണ് നമുക്ക് കൂടുതൽ യൂണിറ്റ് SIP കണ്ടിന്യൂ ചെയ്യണം, കൂടുതൽ യൂണിറ്റ് വാങ്ങാൻ പറ്റുക. അപ്പോൾ അതിടയ്ക്ക് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ ഒരു ഇടിവുണ്ടായതിനു ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നുള്ള സാർ സൂചിപ്പിക്കുന്നത് ആ അവസരം നഷ്ടമാകും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇത് ഡിപ്പിൽ വാങ്ങാനുള്ള അവസരം നഷ്ടമാണ്. ലംസം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ 10% ഡിപ്പായി കഴിഞ്ഞാൽ തന്നെ 1 ലക്ഷം രൂപ പോയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ അതിന് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ SIPയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? ഓരോ ഡിപ്പിലും നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കാം. ഈ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അവിടെ നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആർട്ടിക്കിളിൽ ഒരു ഡേറ്റ നോക്കുകയാണെങ്കിലും കാണാം SIP വഴി എത്തുന്ന ഒരു മന്ത്ലി ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ ഏകദേശം 8,000 കോടിയായിരുന്നു ഒരു 5 വർഷം മുന്നേ. ഇപ്പോൾ അത് 31,000 കോടിയിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ഫോറിനേഴ്സ് കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്യുന്നു. അപ്പോൾ റീറ്റെയിലേഴ്സാണ് ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു ലോജിക്കായ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാ കാലത്തും മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയെന്നല്ല, ഈ യുദ്ധം വന്നുകൊണ്ട് മാത്രം ഫോറിനേഴ്സ് ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഏതാണ്ട് 2000 മുതൽ നിങ്ങൾ എടുത്തോ, കഴിഞ്ഞ 25 വർഷം 2000 BSE സെൻസെക്സ് 5000 ആയിരുന്നു. അന്നും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ഈ 5000 സെൻസെക്സിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞത്, BSE സെൻസെക്സ് 5000 ആയിരുന്നു. 2001 എനിക്ക് തോന്നുന്നത് പിന്നെ ആ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ഒക്കെ വന്നത് അല്ലേ? 2008 നമ്മളുടെ ബോംബെ സപ്രൈം കേസ് വന്നു. അതല്ലാതെ നമ്മളെ മുംബൈ അറ്റാക്ക് വന്നു അല്ലേ? 2020 ഇതാ കോവിഡ് വന്നു. കോവിഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ഏപ്രിൽ 14 വരെ 42,000 ആയിരുന്നു സെൻസെക്സ്.
നമ്മളെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് 16,000 പോയിന്റ് അടിച്ചത്. അത് നമ്മൾ കണ്ടു. ഇപ്പൊ ദാ റഷ്യ യുക്രൈൻ വാർ വന്നു 2022. ഇപ്പൊ ദാ ഇതും വന്നു. എന്നിട്ടും ഈ 5,000 സെൻസെക്സ് ഇപ്പോഴും 80,000 അടുത്ത് നിൽക്കുന്നുണ്ട്. സോ അതിനിടയിൽ FIIസിന്റെ വരവും പോക്കും ഇതൊരു സാവേ. പക്ഷെ ഇന്ത്യ എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് എപ്പോഴും ഒരു സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് അവർ പെട്ടെന്ന് അങ്ങ് വാങ്ങി പോകുന്നു എന്നുള്ളത്. ഓരോ ഡിപ്പും ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് SIP ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഒരു കഴിഞ്ഞ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് റിട്ടേൺസ് ആണെന്ന് കണ്ടു. അതെ. അപ്പോൾ ഇതിനെ മുന്നോട്ട് ആ ഒരു സെഗ്മെന്റിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യയിലെ വളരെ വളരെ വലിയ ഫണ്ട് മാനേജേഴ്സിനായിട്ട് ഒരു ഇൻട്രാക്ഷനിൽ എനിക്ക് അവസരം കിട്ടി. ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് 5 ഫണ്ട് മാനേജേഴ്സിനെ, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫണ്ട് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസേഴ്സ് വരെ കാണാൻ പറ്റി. അപ്പം ഞാൻ അവരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ, എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിൽ നമ്മളിപ്പം കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് സ്മോൾ ക്യാപ്പ് ഭയങ്കരമായിട്ട് താഴെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് ലേശം ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. പക്ഷെ അതേ സമയത്ത് പ്രോപ്പർ റിസർച്ച്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലും ഐഡന്റിഫൈ ചെയ്യാവുന്ന നല്ല കമ്പനികളുണ്ടെന്നാണ്. അതവിടെ ഫണ്ട് മാനേജേഴ്സിൻ്റെ മിടുക്കാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലാർജ് ക്യാപ്പിനെ അപേക്ഷിച്ച് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഇത്. പക്ഷേ എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നല്ല സ്റ്റോക്സ് തിരഞ്ഞെടുക്കാനും മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന സ്റ്റോക്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് പോയി എന്ന് വിചാരിച്ചിട്ട് SIP ഇൻവെസ്റ്റേഴ്സിന് അതൊരു വലിയ കാര്യമല്ല. നമ്മളിപ്പോഴും വീണ്ടും ഇപ്പോഴത്തെ ഒരു വിപണി സാഹചര്യത്തിലേക്ക് വന്നാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപർ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയില്ല എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ SIP പിന്നെ ചോദിച്ചത് SIP ഇൻവെസ്റ്റേഴ്സിനെയാണോ ചോദിച്ചത്? മൊത്തത്തിൽ അതായത് ഞാൻ രണ്ടായിട്ട് പറയാം. നമുക്ക് രണ്ടായിട്ട് കാണാം. SIP ഇൻവെസ്റ്റേഴ്സ് ഈ ഡിപ്പിനെ പറ്റി ചിന്തിക്കുക വേണ്ട. അവർ ഈ മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്പിൽ താഴെ വാങ്ങണം. സ്റ്റേ ഇൻവെസ്റ്റഡ്. ഒരു സംശയം വേണ്ട. അത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ലംസം ഇൻവെസ്റ്റേഴ്സ് ഈ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിഡിലും സ്മോളിലൊക്കെ കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് പറയുന്നു. പിന്നെ ഒരു ഗ്ലോബൽ ക്രൈസിസ് കുറച്ചൊന്ന് നമ്മൾ സെറ്റിൽ ആയിട്ടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. പിന്നെ ആകെയുള്ള നമ്മളുടെ ഒരു എക്കണോമിയുടെ ഒരു പൊസിഷനിങ് ഇപ്പോഴും സ്കോപ്പ് ഉണ്ട് എന്നുള്ളതിലാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു അൺസർട്ടനിറ്റി നീങ്ങാതെ നമ്മൾ ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ഒന്ന് സ്റ്റേഗർ ചെയ്യുക. അതായത് ഇപ്പം ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻവെസ്റ്ററോട് 10 ലക്ഷം ഒരേ സമയത്ത് കൊണ്ടുപോയി മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ 10 മാസത്തേക്ക് ഓരോ ലക്ഷം വീതം നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയും. അതായത് സാർ പറയുന്നത് ഇപ്പം നമ്മളൊരു റീസെന്റ് ആയിട്ട് 7 to 10% ഇടിവ് കണ്ടിട്ടും ലംസമിനുള്ള അനുയോജ്യ സമയമല്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് സ്റ്റേഗർ ചെയ്യുക. അതായത് ഞാൻ പറയാം, അപ്പോൾ സ്റ്റേഗർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വളരെ മാന്യമായിട്ട് ചെറിയ SB അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നതിനായിട്ട് റിട്ടേൺ ഉള്ള ലിക്വിഡ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെയിം ഫണ്ട് ഹൗസിൻ്റെ വല്ല ഫ്ലെക്സി ക്യാപ്പിലേക്കോ ലാർജ് ക്യാപ്പിലേക്കോ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു 10 മാസം എന്ന് ഞാൻ സമയം പറഞ്ഞു, 10 12 അല്ലെങ്കിൽ ഒരു 2 വർഷം കുറച്ച് കൂടുതലായിരിക്കും തോന്നുന്നു. എനിക്കൊരു വർഷം ഐഡിയലി. അതെന്താ വെച്ചാൽ നമ്മളുടെ എല്ലാ കാശും ഇക്വിറ്റിയിൽ എത്തുന്നത് ഈ വർഷം ഇത്രയും സമയം എടുത്തിട്ടാണ്. അതുവരെ നമ്മളിപ്പോൾ ഉള്ള ലിക്വിഡ് ഫണ്ടിൽ നമുക്ക് മോശമല്ലാത്ത ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. അതേ സമയത്ത് നമ്മൾ ഇക്വിറ്റിയിലേക്ക് മാറ്റുന്നത് ഗ്രോത്തിലേക്ക് പോവുകയും ചെയ്യും. ഒരു ഒറ്റയടിക്ക് ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. സ്റ്റാഗേർഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം പലരും ഇപ്പം ഈ ഒരു വിപണിയുടെ സാഹചര്യത്തിൽ സംസാരിക്കും പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നെത്തിയത് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. പക്ഷെ പെട്ടെന്നൊരു പ്രതീക്ഷിക്കാതെ ഈ ഒരു മാർക്കറ്റ് കറക്ഷൻ, ഒരു വോൾട്ടലിൻ്റെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP റൂട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഹൊറൈസൺ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ പറയാറുണ്ട് SIP ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം ഒരു 5 വർഷം എന്തായാലും മുന്നിൽ കണ്ടുകൊണ്ട് വന്നാൽ മതി. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മാരീഡ് ആയിട്ടുള്ള ഫാമിലി റൺ ചെയ്യുന്ന ഒരാൾ, അയാളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, ഞാനൊരു എക്സാമ്പിൾ പറയണേ, 2 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 7 വയസ്സായ കുട്ടിയാണ്, 10 വർഷം കഴിഞ്ഞിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ വരുന്നത്. ഈ 10 വർഷമാണ് അയാളുടെ SIPയുടെ കാലാവധി. ഈ 10 വർഷം ഈ പർട്ടിക്കുലർ അയാൾ തുടങ്ങുന്ന SIP, ഇപ്പം മകളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മകൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി തുടങ്ങുന്ന SIP നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് അയാൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു എന്താ പറയുക, ഒരു വളരെ
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇടയ്ക്കിട്ടിട്ട് പോകരുത്. ഇടയ്ക്കിട്ടേച്ച് പോകരുത്. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നത് വരെ SIP കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിലൊരു കാര്യം. അതിനിപ്പോൾ റിട്ടയർമെന്റിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിലും നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാശ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം SIPയുടെ കാലാവധി എത്രയെന്നുള്ള സ്റ്റാറ്റിക് ആയിട്ട് പറയുന്നതിന് 5 വർഷം ടൈം ഫ്രെയിമിങ്ങിൽ നമ്മൾ മനസ്സിൽ കാണുക. അതല്ല എങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണോ അത് മീറ്റ് ചെയ്യുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫൈനലി ഉള്ളൊരു ചോദ്യം, ഇപ്പം മാർക്കറ്റ് വോൾട്ടൈലാണ്. ഇപ്പം കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുക്കുമ്പോഴും പറഞ്ഞു 7 കോടി അല്ലെങ്കിൽ ഒരു 70% പേര് പുതിയതായിട്ട് വന്നവരാണ്. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റിലെ ഒരു തുടക്ക നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് സാറിന് കൊടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു 3 അഡ്വൈസ് എന്തായിരിക്കും, പ്രത്യേകിച്ച് മാർക്കറ്റ് വോൾട്ടൈലായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ? അതെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. സ്റ്റാർട്ട് ഏർലി, ഡു റെഗുലർലി, ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം എന്ന് പറയും. അങ്ങനെ പറയും, ഇൻവെസ്റ്റ് ഏർലി, ഇൻവെസ്റ്റ് റെഗുലർലി, ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം. നേരത്തെ തുടങ്ങുക, റെഗുലറായിട്ട് കൊണ്ടുപോകുക, ദീർഘകാലത്തേക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഏതൊരു പുതിയ ഇൻവെസ്റ്ററും ആലോചിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റാണ്. കാരണം നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു അവന്യൂ എന്നല്ല. ഇതിൽ റിസ്ക് ഉണ്ട്. പക്ഷെ റിസ്കിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ദീർഘകാലത്തേക്ക് നിക്ഷേപം നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇമോഷൻസിൻ്റെ പോലെ ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു പാനിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ അതൊന്നും വർക്കല്ല, ശരിക്കും വർക്കാവില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് മാർക്കറ്റ് കാണുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചുരുക്കി ചോദിച്ചാൽ ഏറ്റവും അവസാനത്തായിട്ടൊരു ചോദ്യമായിട്ട്, അപ്പം പണം പിൻവലിക്കേണ്ട SIP തുടരണമെന്നാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും. വിപണിയിൽ ഒരു കടുത്ത ചാഞ്ചാട്ടം നേരിടുന്നതിനിടയിലാണ് തുടക്കക്കാരെ നിക്ഷേപകർ അത്യധികമായിട്ടുള്ള ഒരു ആശങ്ക നിൽക്കുന്ന സമയത്താണ് അവരുടെ മനസ്സിലുള്ള പലവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് KC ജീവൻകുമാർ സാർ നമ്മുടെ എത്തിയിട്ടുള്ളത്. താങ്ക് യു സാർ. അപ്പം മറ്റൊരു വിഷയം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.